എയ്ഡഡ് സ്കൂൾ അധ്യാപകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. 5 വർഷമായിട്ടും ഇവർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നാഷണൽ ടീച്ചേഴ്സ് കളക്റ്റീവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ റഷീദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് നിങ്ങൾ നേരിടുന്ന നിങ്ങൾ 2016 മുതൽ 2021 വരെ കാലയളവിൽ കേരളത്തിലെ വിവിധ എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്ത അധ്യാപകരാണ്. ഞങ്ങൾക്ക് 2016 മുതൽ 21 ഈ കാലയളവിൽ സർക്കാർ വിവിധ കാരണം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ശമ്പളം നൽകിയിരുന്നില്ല. എന്നാൽ വിവിധ സമരങ്ങളിലൂടെ അവസാനം 2021 ഫെബ്രുവരിയിൽ 6/2002 എന്ന് പറയുന്ന ഒരു ഉത്തരവിറക്കുകയും ആ ഉത്തരവ് പ്രകാരം നിയമനാംഗീകാരം നൽകുകയും ചെയ്തു. എന്നാൽ ആ നിയമനാംഗീകാരം നൽകിയ ഉത്തരവിൽ ഒരു വേർഡ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ നോഷണൽ. അതാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര്, നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ. ആ ഒരു വാക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശമ്പളം 16 മുതൽ 21 വരെ കാലയളവിലെ ശമ്പളം നോഷണലായിരിക്കുമെന്ന് ഉത്തരവിൽ കൂട്ടിച്ചേർത്തു. എന്ന് പറഞ്ഞാൽ സാങ്കല്പികമാണ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ പണിയെടുത്താൽ ശമ്പളം സാങ്കല്പിക്കുമെന്ന്? ഞങ്ങളെ യോഗ്യത ഒരിക്കലും സാങ്കല്പിക്കുമല്ല. ഞങ്ങൾ പണിയെടുത്ത സ്കൂളിൽ പണിയെടുത്ത അധ്വാനം സാങ്കല്പിക്കുമല്ല. ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ നൽകിയ അറിവ് സാങ്കല്പിക്കുമല്ല. ഞങ്ങളെ ക്വാളിഫിക്കേഷൻ സാങ്കല്പിക്കുമല്ല. അങ്ങനെ ഇരിക്കെ സർക്കാർ ഇതുവരെ മുൻപൊന്നും നമ്മളൊന്നും കേട്ടുകേൾവില്ലാത്ത വിധം ഈ അധ്യാപകരുടെ 5 വർഷത്തെ ശമ്പളം നോഷണലാണ് എന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയതാണ് ഈ വരുന്ന ഏകദേശം 3000-ഓളം വരുന്ന അധ്യാപകർ ദുരിതത്തിലാക്കിയത്. 2021 വരെ ഞങ്ങൾക്ക് സ്വാഭാവികമായും ശമ്പളം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ 5 വർഷക്കാലം പ്രത്യേകിച്ചും കൊറോണയുടെയും നിപ്പയുടെയും എല്ലാം ഒരു പ്രയാസമുള്ള സമയത്താണ് ഞങ്ങൾക്ക് ഈ നിയമനാംഗീകാരം ലഭിക്കുന്നത്. ഈ ഒരു സമയത്ത് ഞങ്ങൾ കുടുംബം പോറ്റാൻ വേണ്ടി വിവിധങ്ങളായ മറ്റ് ജോലികൾ ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായി. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവരുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ കടന്നു വന്നവരാണ് ഈ അധ്യാപകർ. ഈ 10 വർഷം ഞങ്ങൾക്ക് ഈ അപ്പോയിൻമെൻറ്റ് കിട്ടി 2016 മുതൽ 2025 നിൽക്കുമ്പോഴും ഈ 5 വർഷത്തെ ശമ്പളം ഇതുവരെ സർക്കാർ അനുവദിക്കാൻ തയ്യാറായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഈ അധ്യാപകർ ഇന്ന് വിവിധങ്ങളായ ജില്ലകളിലെ സമരങ്ങൾക്ക് ശേഷം ഇന്ന് സെക്രട്ടേറിയറ്റ് മെഡിക്കൽ അതിൻ്റെ പ്രധാനപ്പെട്ട സമര നിലയിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. സർക്കാരുമായി ചർച്ച ഇതിനോടകം നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സർക്കാരിന് വിവിധ MLA മുഖേനയും മന്ത്രിക്കൊക്കെ ഞങ്ങൾ നിവേദനം നൽകിയതെങ്കിലും ഒരു കാര്യക്ഷമമായ ഒരു അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ നടത്തിയിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് സർക്കാരിൻ്റെ ഒരു വലിയ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ പ്രയാസം അല്ലെങ്കിൽ മാന്യം മുൻകൂട്ടിയാണ് അവർ ഈ ഒരു ശമ്പളം അനുവദിക്കാൻ കുറച്ചും കൂടി പ്രയാസം നേരിടുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ പണിയെടുത്തതാണ്. ഞങ്ങൾക്ക് പണമായി നേരിട്ട് നൽകണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾക്കത് PF-ലേക്കെങ്കിലും, കാരണം ഞങ്ങൾ പണിയെടുത്ത അതാണ്, ഞങ്ങൾ അധ്വാനിച്ച ആ പണമാണ്, ആ പണം PF-ലേക്കെങ്കിലും ഉടൻ അനുവദിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ നിലപാടിനെ സർക്കാർ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള നിലപാട് എന്തായിരിക്കും? ഞങ്ങൾ തുടർന്നും വിവിധങ്ങളായ സമരങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം വിവിധ അധ്യാപക സംഘടന ആളുകളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരുണ്ട്. അവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മതപരമായോ ഒന്നും വ്യത്യാസമില്ലാതെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങൾ ശക്തമായ സമരത്തിന് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇത് 5 വർഷമായി ഇവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ സർക്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയും കൃത്യമായ രീതിയിലുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് ഇവരുടെ ശമ്പളം കൃത്യമായ രീതിയിൽ കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. സർക്കാർ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കണം. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനുഷ്ഠ, തിരുവനന്തപുരം.